ഹലോ നമസ്കാരം. ഇപ്പോൾ ഫേസ് 4 വന്നിരിക്കുകയാണ്. ഫേസ് 4 എങ്ങനെയൊക്കെ പ്ലാന് കാര്യങ്ങൾ ഇന്ന് ഏകദേശം 9 ജൂലൈ 8 മണിക്ക് രാത്രി 8 മണിക്ക് ഫേസ് 4 ലോഞ്ച് ആവുകയാണ്. അപ്പോൾ ഫേസ് 4ൻ്റെ പ്ലാനുകളാണ് ഈ കാണുന്നതൊക്കെ. നമുക്ക് ഫേസ് 4 നമ്മൾ ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിവാർഡ്സ് ആയിട്ട് 120 ടോക്കൺ കിട്ടുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 120 ടോക്കൺ കൂടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് 240ൻ്റെ പ്ലാൻ നമുക്ക് സ്റ്റേക്ക് ചെയ്യാം. അതിൽ 100 ടോക്കൺ ബാണായി പോയി 140 അപെക്സ് ടോക്കൺ സ്റ്റേക്ക് ആവും. ഓക്കെ, അതിൻ്റെ റിവാർഡ്സ് ആയിരിക്കും നമുക്ക് ഡെയിലി വരിക. പിന്നെ ഇതിൽ നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്നത് 1.5 കോടി ടോക്കണാണ് എയർ ഡ്രോപ്പ് ആയിട്ട് കമ്പനി കൊടുക്കുന്നത്. പിന്നെ അതിൽ വരുന്ന പ്ലാനുകളൊക്കെ ലെവൽ പ്ലാനുകളാണ്. ഫസ്റ്റ് ലെവലിൽ നമുക്ക് 10% ബേണിങ്ങിൻ്റെ 10% നമുക്ക് ഡയറക്റ്റ് റെഫറലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ലെവൽ 5% വരുന്നത്. പിന്നെ 3ാം ലെവലിൽ 2.5%, 4ാം ലെവലിലും 2.5%, 5ാം ലെവലിലും 2.5% വരുന്നത്. പിന്നെ ഒരുപാട് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിനും അതുപോലെ തന്നെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ PDF നോക്കി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് 4 ലോഞ്ച് ആയതിനു ശേഷം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ കാണാം. നമുക്ക് കിട്ടിയ റെഫറൽ ലിങ്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ആ ലിങ്കിൽ നമുക്ക് കിട്ടിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ലിങ്ക് കിട്ടാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റിലൊക്കെ കൊടുക്കാം, അതിലുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കയറാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളെ സ്പോൺസർ ID പേര് കാര്യങ്ങളൊക്കെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മെയിൽ ID കൊടുക്കണം, ഫോൺ നമ്പർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പാസ്വേഡ്, ഇത്രയും ഡീറ്റെയിൽസുകൾ നമുക്കിതിൽ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മെയിൽ ID, ഫോൺ നമ്പർ, നെയിം, പാസ്വേഡ് ഒക്കെ കൊടുത്തു. അതിന് ശേഷം നമ്മൾ എന്തിനും സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ കൊടുത്ത മെയിൽ IDയിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും, ഒരു വെരിഫിക്കേഷൻ കോഡ്. അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. OTP കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫേസ് 4ൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ മെയിൻ ബാലൻസിൽ കണ്ടോ APX 120. അപ്പോൾ ഈ 120 ടോക്കൺ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ കമ്പനി എയർ ഡ്രോപ്പ് തരികയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഫേസ് 4ൻ്റെ പ്രത്യേകത. നമുക്ക് ആരും രജിസ്റ്റർ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യണേ, 120 ടോക്കൺ ഫ്രീ ആയിട്ട് തരികയാണ്. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് എന്ത് ചെയ്യണം, 120 ടോക്കൺ കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 240ൻ്റെ പ്ലാൻ സ്റ്റേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 240 സ്റ്റാർട്ടിംഗ് പ്ലാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ മുകളിൽ തന്നെ കാണാം ഡെപ്പോസിറ്റ്, ഇൻവെസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇതിലും. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ QR കോഡിൻ്റെ താഴെയുള്ള ഈ അഡ്രസ്സ് കോപ്പി ചെയ്യണം. ഈ കോപ്പി ചെയ്തിട്ട് നമ്മൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് അവിടെ നിന്ന് അയച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ പെൻഡിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ടോക്കൺ പോയി. ഇനി നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യണം. അവിടെ മെയിൻ ബാലൻസിൽ പോയി 240 സ്പോട്ടിൽ നമുക്കിതിലേക്ക് ഡെപ്പോസിറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്ലാനിൽ പോയിട്ട് പ്ലാനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിലൊരുപാട് പ്ലാൻ കാണും. 240 തന്നെ നമുക്ക് ചെയ്യണം നിർബന്ധമല്ല. അതിലേക്ക് കുറച്ചുകൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 600 വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം, 600 സ്റ്റേക്ക് ചെയ്യാം, 1200 സ്റ്റേക്ക് ചെയ്യാം. ഒരുപാട് പ്ലാനുകളുണ്ട് അതിൽ. ഇപ്പോൾ നമ്മൾ 240 ഇപ്പോൾ നമ്മൾ മെയിൻ ബാലൻസിലില്ലേ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് നൗ എന്ന് കൊടുക്കണം. 240ൻ്റെ തൊട്ട് താഴെ ഇൻവെസ്റ്റ് നൗ. വീണ്ടും ഒരു കൺഫർമേഷൻ വരും, ഇൻവെസ്റ്റ് നൗ എന്ന് കൊടുക്കാം. പ്ലാൻ ഹാസ് ബീൻ പർച്ചേസ് സക്സസ്ഫുള്ളി ആയി. അപ്പോൾ ഇത് സക്സസ് ആയി. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമുക്ക് ഫേസ് 4 ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് 4. അപ്പോൾ എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ടോക്കൺ കിട്ടുകയാണ്. അപ്പോൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാം. നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ടോക്കൺ കിട്ടുന്നതൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, പാഴാക്കി കളയണ്ട. ഓക്കെ, താങ്ക് യു.